നമസ്കാരം. കർമ്മ ജ്യോതിഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഏതൊക്കെ തരം ഹോമങ്ങളുള്ളത്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഇല്ലത്തിൽ വെച്ച് എന്നും പൂജ നടത്തുന്നതാണ്. നിത്യവും ഗണപതി ഹോമം, ഭഗവത് സേവ പൂജകളൊക്കെ ചെയ്യുന്നതാണ്. ഈ ഭക്തന്മാരായ ആൾക്കാർ പേരും നാളും നിങ്ങളെന്തായാലും കാര്യസാധ്യം എന്ന് പറഞ്ഞിട്ടാൽ സൗജന്യമായി ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ചെയ്യുക. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഏതൊക്കെ തരം ഹോമങ്ങളുള്ളതാണ്. ശക്തി കൂടിയ ഹോമങ്ങൾ. മഹാസുദർശന ഹോമം നമ്മുടെ പൈശാചി ശക്തി, ശത്രുദോഷം മാറാനും വ്യാഴം പ്രസാദിക്കാനും ഒക്കെ. പ്രത്യംഗര ഹോമം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തിയുള്ള ഹോമമാണ്. മറ്റു ഹോമങ്ങളൊന്നും ചെയ്ത് ഫലിക്കാതെ നമ്മളാണ് ഈ മഹാപ്രത്യംഗര ഹോമമൊക്കെ ചെയ്യുക. നരസിംഹ ഹോമമൊക്കെ രക്ഷസിൻ്റെ ബാധ മറ്റ് ദോഷങ്ങൾ മാറ്റാനും, അഘോരഹോമം പറഞ്ഞാൽ അപസ്മാര രോഗങ്ങളും പൈശാചി ശക്തികൾ മാറാനും, അതേപോലെ തന്നെ ലക്ഷ്മി ഹോമം ധനൈശ്വര്യത്തിന് വേണ്ടിയിട്ടും, കുബേരഹോമം അതേ ധനൈശ്വര്യത്തിന് വേണ്ടി ഹോമം ചെയ്യുന്നതാണ്. അതേപോലെ സ്വർണ്ണാകർഷണ ഭൈരവ ഹോമവും ഉണ്ട്. അതും സമ്പത്ത് ഐശ്വര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഭഗവത് സേവ എന്ന ദുരിതങ്ങൾ മാറ്റാനും, ഗണപതി ഹോമം എന്ന സർവ്വദൈവങ്ങളുടെ അനുഗ്രഹം കിട്ടാനും തടസ്സങ്ങൾ മാറാനും വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ പഞ്ചാക്ഷര ഹോമമുണ്ട്. സർവ്വതും നല്ലതായി വരാൻ വേണ്ടിയിട്ടാണ് പഞ്ചാക്ഷര ഹോമമൊക്കെ ചെയ്യുന്നതും. പിന്നെ അതേപോലെ തന്നെ വരാഹി ഹോമമുണ്ട്. ഭൂമിപരമായ ദോഷങ്ങൾ മാറാനും ശത്രുപരമായ ദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ടുമാണ്. ഈ ഹോമങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല പല മാറ്റങ്ങൾ വന്നു ചേർന്നേക്കാം. നന്ദി, നമസ്കാരം.